ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്ന് IPL നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങുന്നുണ്ട്. എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3:30 ഈ മത്സരം നടക്കുക. കഴിഞ്ഞ മത്സരത്തിൽ നേടിയ തകർപ്പൻ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് CSK ഇന്നത്തെ മത്സരത്തിൽ ഇറങ്ങുക. ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ ടീമിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമോ? അതായത് ഉർവിൽ പട്ടേലിനെ കളിപ്പിക്കണമെന്ന് പല ആരാധകരും ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിന് സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശീലകനായ സ്റ്റീഫൻ ഫ്ലെമിങ്ങിനോട് ചോദിച്ചിരുന്നു. എന്നാൽ ഉർവിലിന്റെ കാര്യത്തിൽ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഫ്ലെമിങ്ങിന്റെ മറുപടി ഇങ്ങനെയാണ്: കളിക്കാൻ ഒരു അവസരത്തിനായി കാത്തിരിക്കുന്ന താരമാണ് ഉർവിൽ പട്ടേൽ. അദ്ദേഹം ഒരു മികച്ച താരമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സംസാരങ്ങൾ നടക്കുന്നു എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ മുൻനിരയിൽ മികച്ച രൂപത്തിൽ അഗ്രസീവായി കളിക്കുന്ന ഒരുപാട് താരങ്ങൾ നമുക്കുണ്ട്. അത് ഭാഗ്യം ചെയ്ത കാര്യമാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഒരു പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് നിലവിൽ അത്ര എമർജൻസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞങ്ങൾ എല്ലാം കാണുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് സ്റ്റീഫൻ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിലവിൽ മുൻനിരയിൽ ഒരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല, ഉടൻ തന്നെ ഉർവിലിനെ കൊണ്ടുവരേണ്ട ഒരു അടിയന്തരമായ സാഹചര്യം ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ ഫ്ലെമിംഗ് പറഞ്ഞിട്ടുള്ളത്. അതായത് രുദ്രാജ് ഗൈക്വാദ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ടീമിനകത്ത് വരുത്തേണ്ടതുണ്ട്, ഉർവിലിന് അവസരം നൽകേണ്ടതുണ്ട് എന്നൊക്കെയാണ് ചില ആരാധകർ ആവശ്യപ്പെടുന്നത്. പക്ഷെ അടിയന്തരമായി കൊണ്ട് മാറ്റം വരുത്തേണ്ട യാതൊരുവിധ സ്ഥിതിവിശേഷവും ഇവിടെ ഇല്ല എന്നാണ് CSKയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിന്റെ 11-ൽ മാറ്റങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ESPN ക്രിക്കിൻഫോ നൽകിയിട്ടുള്ള പോസിബിൾ 11 ഇങ്ങനെയാണ്: സഞ്ജു സാംസൺ, രുദ്രാജ് ഗൈക്വാദ്, സർഫറാസ് ഖാൻ, ശിവം ദൂബെ, ഡിവാൾഡ് ബ്രവിസ്, കാർത്തിക് ശർമ്മ, ജാമി ഓവർട്ടൺ, അഖിൽ ഹുസൈൻ, നൂർ അഹമ്മദ്, അൻഷുൽ കമ്പോജ്, മുകേഷ് ചൗധരി, ഗുർചപ്നീത് സിംഗ്. ഇങ്ങനെയായിരിക്കും CSKയുടെ ഒരു 11 വരിക. ഏതായാലും ഒരു പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിന് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.